പോലീസിന്റെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും മന്ത്രി സത്യത്തിൽ യാത്രയ്ക്ക് വേണ്ടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ലിഫ്റ്റ് കയറി ഇടവഴിയിലൂടെ നടന്ന് താഴെ ലിഫ്റ്റ് ഇറങ്ങി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ മന്ത്രി വീണ ജോർജ് പിന്നീടുണ്ടായ ബുദ്ധി ഉദിക്കലിന്റെ അടിസ്ഥാനത്തിൽ, കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഒരു കള്ളക്കഥ സൃഷ്ടിച്ചുകൊണ്ടാണ് തനിക്ക് പരിക്കേറ്റു എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. മന്ത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ICUവിലാണെന്ന് പറഞ്ഞു, മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്ന് പറഞ്ഞു. മന്ത്രിക്ക് പരിക്കേൽക്കുന്നതോ മന്ത്രിയുടെ പരിക്ക് എന്താണെന്ന്, കഴുത്തിന് ഓറലാകാം, പൊട്ടലാകാം, കരുവാളിപ്പാവാം, നീർക്കെട്ടാവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൂചന പോലും ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിനോ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്നതിനോ തയ്യാറായിട്ടില്ല. മന്ത്രി എവിടെ എന്ന് അറിയാത്ത സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യമന്ത്രി എവിടെ? ആരോഗ്യമന്ത്രി ആരോഗ്യവതിയാണോ? പരിയാരത്ത് നിന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയി. ഈ കള്ളത്തരങ്ങൾ ഒന്നൊന്നായിട്ട് ലോകം അറിയുന്നതിനുള്ള ജാള്യതയായിരിക്കാം ഇത്തരത്തിലൊരു ഒളിച്ചോട്ടത്തിലേക്ക് എത്തിയത്. അതിനിടയിൽ കണ്ണൂർ DCC ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാര് അവരുടെ അണികൾക്ക് നിർദ്ദേശം നൽകിയ അക്രമങ്ങൾ, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കളവായ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട KSUവിന്റെ സജീവ പ്രവർത്തകന്റെ കോഴിക്കോട് വീടിന് നേരെ ബോംബേറ്, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി വരുന്ന പേരാവൂരിലെ പരിപാടിക്ക് അവിടെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ഉൾപ്പെടെ എല്ലാ പ്രചരണ മെറ്റീരിയൽസും നശിപ്പിക്കുന്നു. ഓഫീസുകൾക്ക് നേരെ കയ്യേറ്റം, പ്രവർത്തകർക്കെതിരെ ആക്രമണം, വീടുകൾക്ക് നേരെ ബോംബാക്രമണം. ഇതെല്ലാം CPM അഴിച്ചുവിട്ടത് ഈ കള്ളപ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ കള്ളപ്രചരണങ്ങൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. മന്ത്രിയും CPM നേതൃത്വവും ഇതില് മാപ്പ് പറയുക തന്നെ വേണം. കേരളത്തെ കലാപകലുഷിതമാക്കാൻ നടത്തിയ ഈ കള്ളപ്രചരണത്തിൽ മന്ത്രിയും CPM നേതൃത്വവും കുറ്റം സമ്മതിച്ച് മാപ്പ് പറയണം. KSU പ്രവർത്തകർക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. മുഖ്യമന്ത്രി ഇത്തരം തെറ്റായ സംഭവങ്ങളെ ന്യായീകരിക്കുന്നതിന് പകരം തെറ്റ് തിരുത്താൻ കേരളത്തിലെ പോലീസ് തയ്യാറാകണം. ആരോഗ്യമന്ത്രി വ്യക്തിപരമായി ഗവൺമെന്റ് തലത്തിലും അതിന് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.